Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ആഹാനയുടെ തോന്നൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ ഈ ഷേപ്പിന് സ്വിരൽ കേക്ക് അല്ലെങ്കിൽ പണ്ഡിറ്റ് കേക്ക് എന്നാണ് പറയുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വിനെഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് എടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കിത് ബട്ടർ മിൽക്കായിട്ട് നമുക്ക് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടർ ആണെങ്കിൽ അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബട്ടറിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബട്ടറും പഞ്ചസാര പൊടിച്ചതും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 മുട്ടയും ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്താലാണ് ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ നമുക്ക് മാറി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചധികം നേരം തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട. അഥവാ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ചെറിയ സ്പീഡിലിട്ടിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കും, പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കും, പിന്നെ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കും. അങ്ങനെ ഇടവിട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ചെറിയ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇടവിട്ടിട്ട് നമുക്ക് പാലും
പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് മിക്സ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് മാത്രം ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുത്തി ഇളക്കാൻ പാടില്ല. ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നതും പൊടിയായിരിക്കണം, അവസാനം ചേർത്ത് കൊടുക്കുന്നതും പൊടിയായിരിക്കണം. അപ്പോൾ ഞാൻ ബട്ടർ മിൽക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതുപോലെ പൊടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യുന്നത് അവസാനിപ്പിക്കാനായിട്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ അഹാനയുടെ തോന്നൽ കേക്ക് കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ഡ്രോപ്പ് ബ്ലാക്ക് ജെൽ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഫോട്ടോയിലും വീഡിയോയിലും ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ബ്ലാക്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ള കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് അധികം കളർ കിട്ടാറില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ബ്ലാക്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കൊക്കോ പൗഡർ കുറച്ച് ഡാർക്ക് കളർ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കേക്ക് നല്ല ഡാർക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് മോൾഡിൽ ഒഴിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അഹാനയുടെ തോന്നൽ കേക്കിൽ കണ്ടിട്ടുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് കിട്ടുന്നത്. ഈ മോൾഡ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇനി ഈ മോൾഡിൽ നമുക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോഴാണ് കേക്ക് അതിൽ നിന്ന് വിട്ടു പോരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓവനില്ലാതെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവൻ്റെ സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പാനിൻ്റെ ഉള്ളിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റിങ്ങിൻ്റെ മുകളിൽ ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുള്ള മോൾഡ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 40-45 മിനിറ്റോളം സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബൗളിൽ ഞാൻ 100 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം. വിപ്പിംഗ് ക്രീമിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അൺസോൾട്ടഡ് ബട്ടർ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള വെള്ളം നന്നായി തിളച്ചിട്ട് ചൂടായാൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ചൂടോട് കൂടി തന്നെ നമുക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ചൂട് നന്നായി പോയാൽ ആ മോൾഡിൽ നിന്ന് വിട്ടു പോരാൻ പണിയായിരിക്കും. അപ്പോൾ കുറച്ച് ചൂടോട് കൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ തോന്നൽ കേക്കിൽ ഗാർണിഷിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറീസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ് ചെയ്യാം. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് നടുഭാഗത്തായിട്ട്
ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഒഴുകി വരും. ഇനി നമുക്ക് സ്ട്രോബെറിയും ചെറിയും ലീവ്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തോന്നൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് കണ്ടില്ലേ ഒഴുകി വരുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.